കുറേ കാലം മുന്നേ തന്നെ കണ്ണൂർ പോകണമെന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതൊരു പെട്ടെന്നുണ്ടായ പോക്കായിരുന്നു. കാരണം അമ്രുവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് പെട്ടെന്ന് തെയ്യമുണ്ട് പോവാം ഇനിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയതാണ്. അങ്ങനെ ട്രെയിനിൽ യാത്ര ഭയങ്കര രസമായിരുന്നു. കാരണം എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ മഴ ഉണ്ടായി, നല്ല സീറ്റ് കിട്ടി, നന്നായിട്ട് ആസ്വദിച്ച് പോയി. ചില സമയത്ത് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. കണ്ടില്ലേ, ഞാൻ ഇപ്പുറത്തും ചേച്ചി ഏട്ടനും ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വന്ന സോഷ്യൽ ആങ്സൈറ്റി പോലും ഇല്ലാണ്ട് വീഡിയോ എടുത്തു. അതെ, ചെറുവത്തൂർ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. നോർമലി ഉള്ള ട്രെയിനിൻ്റെ ടൈം അല്ലായിരുന്നു, ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തി ഗൈസ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അമ്രുവിൻ്റെ വീട് കാണാൻ പോവാണ്. ഈ ചെറുക്കൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഒരു ഹൈ ഇൻട്രോവേർട്ടാണ് ഈ ചിക്കൻ. അതുകൊണ്ട് തന്നെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തണ്ട എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും പരോക്ഷമായി ഞാൻ അവനെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ഉൾഗ്രാമത്തിലേക്ക് പോയി. ഇതാണ് നമ്മുടെ അമ്രുവിൻ്റെ വീട്. കയറി വന്നപ്പോൾ തന്നെ ടോബി വന്നു. ടോബിക്കാണെങ്കിൽ സന്തോഷം, പാവം. അങ്ങനെ ഞങ്ങൾ വന്ന് സന്തോഷത്തിൽ ആകെ മഴയും ഉണ്ടായി. അങ്ങനെ അവരമ്മയ്ക്കൊക്കെ നല്ല സന്തോഷമായി. കാരണം എന്താ, ഞങ്ങൾ മഴയും കൊണ്ടാണല്ലോ വന്നത്. ഒരു ദീർഘയാത്ര കഴിഞ്ഞ എൻ്റെ ക്ഷീണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ടോബിയാണെങ്കിൽ ഞങ്ങൾ കാലിൽ നിന്ന് നീച്ച് പോകണമുണ്ടായിരുന്നില്ല. ഹീ ഈസ് സോ കൺഫ്യൂസ്ഡ്. ഇതിപ്പോൾ എവിടെ നിന്നൊക്കെയാണ്. ബാസിനെ ഓൾറെഡി കണ്ടുപരിചയമുണ്ട്. ബാസി വീട്ടിൽ പ്രാവശ്യം വന്നതുകൊണ്ട് തന്നെ. പക്ഷേ എന്നെ അത്ര അങ്ങ് പറ്റിയിട്ടില്ല. പക്ഷേ എനിക്കാണെങ്കിൽ തുടരണമെന്നുണ്ടെന്നുണ്ട്. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് മതിയാവുന്നേ ഇല്ല. പിന്നെ അതിൻ്റെ ഒരു അഴിഞ്ഞാട്ടും സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നു. ബാസി അതിനനുസരിച്ച് അതിനെ കുറേ കളിപ്പിക്കാനും നോക്കി. അങ്ങനെ അവർ രണ്ടുപേരും രണ്ട് കറുത്ത കുപ്പായങ്ങളിട്ട രണ്ടെണ്ണം. പിന്നെ ഞങ്ങൾ എത്തി ആ തിക്കിലും തിരക്കിലും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സോറി. കാരണം അമ്രുവിൻ്റെ അച്ഛൻ നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു നെയ്ച്ചോറ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മന്തി സ്റ്റൈൽ ഒരു സാധനമായിരുന്നു. അത് കിട്ടില്ലായിരുന്നു. പക്ഷേ ആ ധൃതിയിൽ തിന്നണ വിശപ്പിൽ നമ്മളത് എടുക്കാൻ പറ്റിയില്ല. നമ്മളൊക്കെ നാട്ടിൻപുറം പോലെ തന്നെയാണ് അവരുടെ വീടും. അങ്ങനെ രാവിലെ തന്നെ അമ്മേൻ്റെതായ എന്തൊക്കെയോ പണി തുടങ്ങി. ടോബിനെ ഇതേ കൂട്ടിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സങ്കടം അവൻ്റെ മുഖത്തുണ്ട്. ഈ ഇറങ്ങി വരുന്നത് വേറെ ആരുമില്ല, അമ്രുവാണ്. അവൾ രാവിലെ മുകളിൽ കയറി മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ട്. അവിടെ പലതരം മാങ്ങ ഉണ്ടായി. അതിലൊക്കെ ഞാൻ കണ്ണ് വെച്ചിട്ടുണ്ട്. എല്ലാതും ഇന്ന് തന്നെ തീർക്കും. ഇന്ന് വ്ളോഗില് മെയിൻ ബാസ്യ. നെക്സ്റ്റ് ഞങ്ങൾ പരിപാടിയായിരുന്നു പല്ല് തേപ്പ്. അങ്ങനെ പല്ല് തേക്കണം 3 പേരും ബ്രഷ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആധുനികമല്ല, പഴയത്, അതിനെന്താ പറയുന്നു, ശിലായുഗമൊന്നുമില്ല, പഴയ കാലത്തിലേക്ക് പോയി. മാവിൻ്റെ ഇല, മാവിൻ്റെ പച്ചില തുറന്നിട്ട് എന്തെങ്കിലും വിരുട്ടൊക്കെ ചെയ്യണം. അത് ഇച്ചിരി പാടാം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അകട്ട് തേച്ചു, പൂച്ച വന്നു. അടുത്തതേ ബ്രേക്ക്ഫാസ്റ്റ് അരിപ്പത്തൽ അല്ലെങ്കിൽ നെയ്പ്പത്തൽ എന്നൊക്കെ പറയും. അതും ചിക്കൻ കറി ആയിരുന്നു രാവിലെ തന്നെ. ബാസിക്ക് നല്ല മടമടയാണ്. അമ്രുവിന് പിന്നെ പണ്ടേ തീറ്റ ഇത്തിരി കുറവാണ്. പിന്നെ അമ്മേനെ പേടിച്ചിട്ട് 2-3 ഇട്ട് വെച്ചേക്കണം. പിന്നെ ഞാൻ തന്നെ ഇത് തിന്നേണ്ടി വരും എന്ന് എനിക്കറിയാം. പക്ഷെ സാരമില്ല, ഞാനത് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ടൈം ടോബിയായിട്ട് സ്പെൻഡ് ചെയ്തു. വേറെ ഒന്നുമല്ല, അവനെ ഒന്ന് കമ്പനി ആക്കി എടുക്കണമല്ലോ. പക്ഷേ അവൻ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ പെട്ടെന്ന് ക്യൂട്ടായി.